ഫ്യൂച്ചർ. ഹൈബ്രിഡ്സ് വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കണക്ക് അതിലോട്ട് മാറിയാൽ മതിയാവും. ഇതിനെല്ലാം പുറമെ ഇ വി കാർസിന്റെ ഫ്യൂവൽ സെല്ലുണ്ടല്ലോ, പെട്ടെന്ന് അതിന് കേട് സംഭവിക്കും. പിന്നെ ഈ ഇ വിസിന്റെ മറ്റൊരു നെഗറ്റീവായിട്ട് നമ്മൾ ആക്ച്വലി പറയേണ്ടത് നമ്മളെ നാടിന്റെ ഒരു സംഭവമാണ്. അതായത് നമ്മളെ നാട്ടിൽ ആക്ച്വലി നമ്മളെ നാട്ടിലൊക്കെ ഒട്ടും ഇലക്ട്രിസിറ്റി റിലയബിൾ അല്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഒരു നല്ല മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് താറുമാറാവും. അപ്പം ആ സമയത്ത് നമ്മൾ ചാർജ് ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് റീസ്റ്റോർ ആവണ വരെ നമുക്ക് ഒരിക്കലും കാർ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇ വി കാറും അല്ല പെട്രോൾ കാറും വെച്ച് നോക്കുമ്പോൾ ഏതെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഞാൻ പറയും ഇത് രണ്ടും അല്ല, ഹൈബ്രിഡ്സ് എടുക്കണം. കാരണം ഇനി ഫ്യൂച്ചർ ഓഫ് കാർസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ്. ഇപ്പൊ തന്നെ ആക്ച്വലി മാർക്കറ്റിൽ കുറച്ച് ഹൈബ്രിഡ്സ് അവൈലബിൾ ആണ്. ലൈക്ക് മാരുതി ഗ്രാൻഡ് വിത്താര, നമ്മുടെ ടൊയോട്ട ഹൈറൈഡർ, ഇങ്ങനെ കുറേ ഹൈബ്രിഡ്സ് ആൾറെഡി അവൈലബിൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന 1 ഇയറിനകത്ത് ഒത്തിരി ഹൈബ്രിഡ്സ് അപ്കമിങ് ആണ്. നമ്മുടെ മാരുതി സ്വിഫ്റ്റ് ഡിസയർ, ഹുണ്ടായി ക്രെട്ട, ഇതിനെല്ലാം ഹൈബ്രിഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷത്തിനകത്ത് ഇതെല്ലാം മാർക്കറ്റിൽ ലോഞ്ച് ആവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഇതേ കോസ്റ്റ് റേഞ്ചിൽ തന്നെ നല്ല മൈലേജ്, അതായത് ഇവരൊക്കെ പറയുന്നത് ഏകദേശം 30+ ടു 40-45 വരുന്ന ക്ലെയിം ചെയ്യുന്ന ഹൈബ്രിഡ്സ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ഫോർ 1 ഇയർ. ഹൈബ്രിഡ്സ് ആണ് ഫ്യൂച്ചർ. ഹൈബ്രിഡ്സ് വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കണക്ക് അതിലോട്ട് മാറിയാൽ മതി.